ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി വെജിറ്റബിൾ പുലാവാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 20 മിനിറ്റ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കുതിർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വൈറ്റ് സെല്ല റൈസാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്കുള്ള മസാലകൾ എന്ന് പറഞ്ഞാൽ 2 ചെറിയ പീസ് കറുവപ്പട്ട, ഒരു 3-4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഒരു ചെറിയ ജാതിപത്രി, തക്കോലം എടുത്തിട്ടുണ്ട്, 3-4 ഏലക്ക, ഒരു പകുതി നല്ല വലുതാണെന്നുണ്ടെങ്കിൽ പകുതി അളവിൽ ബേ ലീഫ്, പിന്നെ ഒരു മീഡിയം ക്യാരറ്റ്, ഒരു മീഡിയം ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു 4-5 വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഒരു 5-6 ബീൻസ്. ഇത്രയും നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ കുക്കർ ഒന്ന് ഹീറ്റായി കഴിഞ്ഞപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച മസാലകളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കാണ്. അപ്പോൾ മസാലകളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയുടെയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരുന്ന ഇടം വരെ. അത് കഴിയുമ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആക്കിയതാണ്, പിന്നെ ബീൻസ്, അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ്. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു കാൽ കപ്പ് അളവിൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗ്രീൻ പീസൊക്കെ ഇടണ്ടെന്നുള്ളവർ സ്കിപ്പ് ചെയ്തേക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റുക. നമ്മൾ ഈട്ട വെജിറ്റബിൾസൊക്കെ ഒരു ഹാഫ് കുക്കിൽ ആയി വരണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ മസാലകൾ വേറെ പൊടികളൊന്നും ചേർക്കണില്ല. കാരണം നമ്മൾ മസാല പുലാവൊന്നുമല്ല, പ്ലെയിൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരി ഒന്ന് കഴുകി വാരി അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരിയുടെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടി വെള്ളമല്ലേ നമ്മൾ സാധാരണ വയ്ക്കുന്നത്. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അരി കുതിർത്ത് എടുത്തതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു 3-3/4 കപ്പ് അളവിലാണ് വെള്ളം ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അത് കഴിഞ്ഞ് നോക്കിയിട്ട് കുറച്ച് മുന്തി നിൽക്കണം, എന്നാലാണ് ചോറൊക്കെ വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പുണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി കുക്കർ ഞാൻ അടക്കാണ്. അടച്ച് കഴിഞ്ഞ് ഒരു വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 1.5 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. അത് കഴിഞ്ഞ് നമ്മളുടെ ആ ഒരു പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ചൂടിലിരുന്ന് ബാക്കിയുള്ളത് കുക്കായിക്കോളും. അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല വിട്ട് കിട്ടുന്ന നല്ല അടിപൊളി ചോറായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ. പച്ചക്കറിയൊക്കെ അരിയാനുള്ള ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഒരു ഗോബി മഞ്ചൂരിയനോ അല്ലാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വേറെ എന്തെങ്കിലും കറികളുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കഴിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടി ഒക്കെ ഒന്ന് റെസിപ്പിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.